ഹായ്, വെൽക്കം ടു ന്യൂമറൽ ആൻഡ് ഗണിത്. ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ പുതിയ സെക്ഷനാണ് അനദർ മെഷർ. ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത് ട്രിഗണോമെട്രിയിലെ പുതിയൊരു ഫംഗ്ഷനാണ്, ദാറ്റ് ഈസ് ടാൻജന്റ്. ടാൻജന്റിനെ നമുക്ക് ഷോർട്ടായിട്ട് എഴുതാം ടാൻ എന്ന്. ടാൻ ഓഫ് ദ ആംഗിൾ ഈക്വൽ ടു സൈൻ ബൈ കോസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അതായത് ടാനിനെ സൈൻ ബൈ കോസ് എന്ന് എഴുതാം. സൈൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. കോസ് എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇവിടെ ഡിനോമിനേറ്ററിലും എഗെയിൻ ഒരു ഡിനോമിനേറ്റർ വരുന്നത് കൊണ്ട് തന്നെ സെക്കൻഡ് ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ എടുത്തിരിക്കുകയാണ്. ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് എഴുതി. റെസിപ്രോക്കൽ ഓഫ് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് hypotenuse by adjacent side ആണ്. So opposite side by hypotenuse into hypotenuse by adjacent side. ന്യൂമറേറ്ററിലുള്ള ഹൈപ്പോട്ടന്യൂസും ഡിനോമിനേറ്ററിലുള്ള ഹൈപ്പോട്ടന്യൂസും ക്യാൻസൽ ചെയ്യുന്നു. സോ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് എഴുതി. അതായത് ടാൻ ഓഫ് ദ ആംഗിൾ ഈക്വൽ ടു സൈൻ ബൈ കോസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ടാന് ഏതൊരു ആംഗിളിൻ്റെയും ടാൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ് എന്ന് പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ സൈനിൻ്റെയും കോസിൻ്റെയും 30, 45, 60 ഡിഗ്രി വാല്യൂസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ടാനിൻ്റെ 30, 45, 60 ഡിഗ്രി വാല്യൂസ് നോക്കാം. സൈൻ 30 എന്ന് പറയുന്നത് 1/2 കോസ് 30 √3/2 നമുക്കറിയാം ടാൻ എന്ന് പറയുന്നത് സൈൻ ബൈ കോസ് ആണ്. ദാറ്റ് ഈസ് 1/2/√3/2. 1/2 ഇൻറ്റു 2/√3, ദാറ്റ് മീൻസ് √3/2ന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 2/√3 എന്നാവും. ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1/√3 എന്നാണ്. അതേപോലെ തന്നെ സൈൻ 45 1/√2 കോസ് 45 1/√2 ആണ്. So tan 45 is equal to 1/√2 by 1/√2, that is equal to 1 എന്ന് എഴുതാം. sin 60 √3/2 ആണ്. cos 60 1/2 ആണ്. tan 60 is equal to sin by cos, that is √3/2 by 1/2. ഡിനോമിനേറ്ററിൽ ഫ്രാക്ഷൻ ആയതുകൊണ്ട് തന്നെ ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ എടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് √3/2 ഇൻറ്റു 2/1 ആണ്. ന്യൂമറേറ്ററിലുള്ള 2ഉം ഡിനോമിനേറ്ററിലുള്ള 2ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ കിട്ടുന്നത് √3/1 എന്നാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു √3 എന്ന് എഴുതാം. അതിനർത്ഥം ടാൻ 30 1/√3, ടാൻ 45 1, ടാൻ 60 √3 എന്നാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. A right triangle is to be drawn with one of the shorter sides 3 cm and a 50 degree angle at one of its ends. What is the length of the other short side? അതായത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഒരു സൈഡ്, ദാറ്റ് മീൻസ് ഒരു ഷോർട്ട് സൈഡ് എന്ന് പറയുന്നത് 3 cm ആണ്. എന്ന് മാത്രമല്ല ഒരു ആംഗിൾ 50 ഡിഗ്രി എന്നും തന്നിട്ടുണ്ട്. നമുക്കറിയാം ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ഏറ്റവും ലാർജസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് എന്നുള്ളത്. ബാക്കി രണ്ട് സൈഡ് ഈ ഹൈപ്പോട്ടന്യൂസിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ സൈഡ്സ് ആണ്. ശരിയല്ലേ? ഇവിടെ ഒരു സൈഡ് 3 cm ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ മറ്റേ സൈഡ് എന്താണ് എന്നാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, നെയിം ചെയ്യാം ABC എന്ന്. ഇവിടെ 50യുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ് AB ഫൈൻഡ് ഔട്ട് ചെയ്യണം. അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് 3 cm എന്ന് തന്നിട്ടുണ്ട്. സോ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ടാൻ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ടാൻ ഓഫ് ദ ആംഗിൾ, ദാറ്റ് ഈസ് ടാൻ 50 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് AB ബൈ അഡ്ജസൻറ്റ് സൈഡ് BC. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ടാൻ 50 ഈക്വൽ ടു AB അറിയില്ല ബൈ BC എന്ന് പറയുന്നത് 3 ആണ്. That is AB equal to
3 into tan 15. That is equal to 3 into tan 50 value trigonometric table നമുക്ക് find out ചെയ്യാം. That is equal to 1.1918 ആണ്. So 3 into 1.1918 എന്ന് കൊടുക്കുന്നു. That is equal to 3.5754. ഇവിടെ AB ലെങ്ത് എന്ന് പറയുന്നത് 3.5754 എന്നാണ് കിട്ടിയത്. നമുക്കൊന്ന് 2 ഡെസിമൽ പ്ലേസിലേക്ക് കറക്റ്റ് ചെയ്ത് എഴുതുകയാണെങ്കിൽ തേർഡ് ഡെസിമൽ പ്ലേസ് എന്ന് പറയുന്നത് 5 ആണ്. 5ഓ 5ൽ കൂടുതലോ ആണെങ്കിൽ 1 ആക്കി കൺസിഡർ ചെയ്യാം. അത് തൊട്ട് മുന്നിലുള്ള ഡെസിമലുമായി ആഡ് ചെയ്ത് എഴുതാനാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ 5 ആണ്. 5 ആയതുകൊണ്ട് തന്നെ 7നോട് 1 ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് 8. അപ്പോൾ നമുക്ക് എഴുതാം 3.58 സെന്റിമീറ്റർ എന്നുള്ളത്. അതായത് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ ഷോർട്ട് സൈഡ് എന്ന് പറയുന്നത് 3 സെന്റിമീറ്ററും അനദർ ഷോർട്ട് സൈഡ് എന്ന് പറയുന്നത് 3.58 സെന്റിമീറ്റർ ആണ് എന്ന് കിട്ടി. Next we move to our exercise questions. Page number 117. Question number 1. One angle of a rhombus is 50 degree and the larger diagonal is 5 centimeters. What is its area? അതായത് ഒരു റോംബസിന്റെ ഒരു ഡയഗണൽ ലെങ്ത് 5 സെന്റിമീറ്റർ ആണ് എന്നും ഒരു ആംഗിൾ 50 ഡിഗ്രി ആണ് എന്നും തന്നിട്ടുണ്ട്. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഈ റോംബസിന്റെ ഏരിയയാണ്. നമുക്കറിയാം റോംബസിന്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് d1 d2 ആണ്. അതായത് ഡയഗണൽസിന്റെ പ്രൊഡക്റ്റിന്റെ ഹാഫ് ആണ് ഒരു റോംബസിന്റെ ഏരിയ. ഇവിടെ ഡയഗണൽ എന്ന് പറയുന്നത് AC-യും സെക്കൻഡ് ഡയഗണൽ BD-യുമാണ്. രണ്ട് ഡയഗണൽസ് ഇന്റർസെക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ 90 ഡിഗ്രി ഫോം ചെയ്യുന്നു എന്ന് നമുക്കറിയാം. അതായത് AC-BD ഡയഗണൽസ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് O. ദാറ്റ് മീൻസ് AOB എന്ന് പറയുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. അതേപോലെ തന്നെ BOC-യും COD-യും DOA-യും 90 ഡിഗ്രിയാണ് എന്നറിയാം. പിന്നെ AC-യുടെ മിഡ് പോയിന്റ് ആണ് O. ദാറ്റ് മീൻസ് എയിൽ നിന്ന് ഓയിലേക്കുള്ള ഡിസ്റ്റൻസും ഓയിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആണ്. അതേപോലെ തന്നെ ബിയിൽ നിന്ന് ഓയിലേക്കുള്ള ഡിസ്റ്റൻസും ഓയിൽ നിന്ന് ഡിയിലേക്കുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആണ്. ഇവിടെ AC ദാറ്റ് മീൻസ് ഫസ്റ്റ് ഡയഗണൽ 5 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് AO ഈക്വൽ ടു OC ഈക്വൽ ടു 5/2 ദാറ്റ് ഈസ് 2.5 സെന്റിമീറ്റർ ആണ്. ശരിയല്ലേ? ഈ ആംഗിൾ 50 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ഏരിയ ഹാഫ് d1 d2 ആയതുകൊണ്ട് തന്നെ സെക്കൻഡ് ഡയഗണലിന്റെ ലെങ്ത് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതായത് BD ലെങ്ത് ആണ് മെഷർ ചെയ്യേണ്ടത്. BD ഫൈൻഡ് ഔട്ട് ചെയ്യാൻ BO തന്നെ ആയിരിക്കും OD. ദാറ്റ് മീൻസ് BO പ്ലസ് OD അല്ലെങ്കിൽ BO പ്ലസ് BO ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് BD ലെങ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് BO ലെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതിനായിട്ട് ഫസ്റ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു AOB. ഓക്കെ, എന്തായിരിക്കും AOB എന്ന് പറയുന്ന ട്രയാങ്കിളിലെ ആംഗിൾസ്? ഇവിടെ ആംഗിൾ A 50 ഡിഗ്രി ആണ്. ദാറ്റ് മീൻസ് OAB എന്ന് പറയുന്ന ആംഗിൾ 50യുടെ ഹാഫ് ആയിരിക്കും. ദാറ്റ് മീൻസ് 25 ഡിഗ്രി ആയിരിക്കും. ശരിയല്ലേ? ഈ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ട്രയാങ്കിൾ ആംഗിൾസും 180 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ OBA എന്ന് പറയുന്ന ആംഗിൾ 180 മൈനസ് ഓഫ് 90 പ്ലസ് 25 ആയിരിക്കും. ശരിയല്ലേ? ഇനി എന്തൊക്കെയറിയാം? AO എന്ന് പറയുന്നത് 2.5 സെന്റിമീറ്റർ ആണ്. AC 5 സെന്റിമീറ്റർ ആയതുകൊണ്ട് തന്നെ AO എന്ന് പറയുന്നത് 5ന്റെ ഹാഫ് ദാറ്റ് മീൻസ് 2.5 സെന്റിമീറ്റർ ആയിരിക്കും. ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് BO ആണ്. ഈ 25 ഡിഗ്രി ആംഗിളിനെയും AO ദാറ്റ് ഈസ് 2.5 സെന്റിമീറ്ററിനെയും BOയും കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പറയാം tan 25. Tan 25 is equal to opposite side by adjacent side. That is opposite side BO
by adjacent side AO. That is tan 25 equal to BO എന്ന് പറയുന്നത് നമുക്കറിയില്ല by AO equal to 2.5 centimeter. 5 in half, that means 2.5 centimeter. Then BO equal to 2.5 into tan 25. ശരിയല്ലേ? ഇനി നമുക്ക് tan 25യുടെ വാല്യൂ ഇവിടെ അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് 2.5 into tan 25 എന്ന് പറയുന്നത് 0.4663 ആണ്. അപ്ലൈ ചെയ്യാം. 0.4663. ഓക്കെ, രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 1.165 സെന്റിമീറ്റർ. ഓക്കെ, അതായത് BO ഈക്വൽ ടു 1.165 സെന്റിമീറ്റർ ആണ്. BO തന്നെ ആയിരിക്കണം ODയും. സോ BO ഈക്വൽ ടു OD ഈക്വൽ ടു 1.165 സെന്റിമീറ്റർ എന്ന് പറയാൻ സാധിച്ചു കഴിഞ്ഞാൽ BDയുടെ ലെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ദാറ്റ് ഈസ് BD ഈക്വൽ ടു 2 times 1.165. 2 into 1.165. That is equal to 2.33 centimeter. Okay, അതായത് D1ന്റെ ലെങ്ത് എന്ന് പറയുന്നത് 5 സെന്റിമീറ്ററും D2 ലെങ്ത് എന്ന് പറയുന്നത് 2.33 സെന്റിമീറ്റർ ആണ് എന്നാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഏരിയ ഈക്വൽ ടു ഹാഫ് D1 D2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഹാഫ് ഇൻറ്റു D1 എന്ന് പറയുന്നത് 5 ആണ്, D2 ഈക്വൽ ടു 2.33 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 5.83 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അതായത് റോംബസിന്റെ ഏരിയ എന്ന് പറയുന്നത് 5.83 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 2. A ladder leans against a wall with its foot 2 meters away from the wall and the angle with the floor 40 degrees. How high is the top end of the ladder from the ground? അതായത് ഒരു വാളിൽ ഒരു ലാഡർ ഏണി ചാരി വെച്ചിരിക്കുകയാണ്. വാളിൽ നിന്ന് 2 മീറ്റർ ഡിസ്റ്റൻസ് ആണ് ഈ ലാഡറിന്റെ എൻഡ് പോർഷൻ. ഓക്കെ, അതായത് ബേസ് 2 മീറ്റർ ആണ് എന്നർത്ഥം. ക്ലിയർ ആയില്ലേ? ഇവിടെ ഒരു ചുമരുണ്ട്, ആ ചുമരിൽ ഒരു ഏണി ചാരി വെച്ചിരിക്കുകയാണ്. ഈ ചുമരിൻ്റെ ഗ്രൗണ്ട് പോർഷനുമായി വരുന്ന പോർഷനിൽ നിന്ന് ലാഡറിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. ഇത്രയും ഡിസ്റ്റൻസ് വെച്ചുകൊണ്ടാണ് ഈ ലാഡർ ഇവിടെ ചാരി വെച്ചിരിക്കുന്നത്. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഗ്രൗണ്ടിൽ നിന്ന് എത്ര ഹൈറ്റിലാണ് ലാഡറിന്റെ ടോപ്പ് എൻഡ് എന്നുള്ളതാണ്. ഗ്രൗണ്ടിൽ നിന്ന് ലാഡറിന്റെ ടോപ്പ് എന്ന് പറയുന്നത് എത്ര ഹൈറ്റിലാണ് എന്നാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നെയിം ചെയ്യാം ABC. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് 40 ഡിഗ്രി ഓപ്പോസിറ്റ് സൈഡ് AB ഫൈൻഡ് ഔട്ട് ചെയ്യണം. BC 2 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 40 ഡിഗ്രിയുടെ ടാൻ ഫംഗ്ഷൻ ആണ്. ദാറ്റ് ഈസ് ടാൻ 40 എന്ന് പറയുന്നത് 40യുടെ ഓപ്പോസിറ്റ് സൈഡ് AB ബൈ അഡ്ജസൻറ്റ് സൈഡ് BC. വാല്യൂ അപ്ലൈ ചെയ്യാം. ടാൻ 40 ഈക്വൽ ടു AB അറിയില്ല by BC 2. So AB equal to 2 into tan 40. Tan 40 the value 0.8391. Substitute ചെയ്യാം. 2 into 0.8391. That is equal to 1.6782. കറക്റ്റ് ചെയ്തെഴുതാം. 1.68 മീറ്റർ.
അതായത് AB ഈക്വൽ ടു 1.68 മീറ്റർ. ഇതിനർത്ഥം ഗ്രൗണ്ടിൽ നിന്ന് ലാഡറിന്റെ ടോപ്പിലേക്കുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 1.68 മീറ്റർ ആണ്. ഓക്കെ. Third question. 3 rectangles are to be cut along the diagonals and the triangles, so got rearranged to form a regular pentagon as shown in the picture. If the sides of the pentagon are to be 30 centimeters, what should be the length and breadth of the rectangles? അതായത് ഒരു ലാർജ് റെക്ടാങ്കിളും രണ്ട് ഈക്വൽ ലെങ്ത്തും ബ്രെഡ്ത്തും ഉള്ള രണ്ട് സ്മോൾ റെക്ടാങ്കിൾസും തന്നിട്ടുണ്ട്. ഈ റെക്ടാങ്കിൾസിന് ഒരു ഡയഗണൽ വരയ്ക്കുന്ന സമയത്ത് കിട്ടിയ രണ്ട് പോർഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ഒരു റെഗുലർ പെൻറ്റഗൺ മേക്ക് ചെയ്തിട്ടുണ്ട്. റെഗുലർ പെൻറ്റഗണിൻ്റെ എല്ലാ സൈഡ്സും അതേപോലെ തന്നെ ആംഗിൾസും ഈക്വൽ ആണ് എന്ന് നമുക്കറിയാം. എല്ലാ സൈഡ്സും 30 സെൻറ്റിമീറ്ററിനോട് ഈക്വൽ ആണ്. അതേപോലെ തന്നെ എല്ലാ ആംഗിൾസും 108നോട് ഈക്വൽ ആണ് എന്ന് നമുക്കറിയാം. 540 ആണ് ടോട്ടൽ ആംഗിൾസും. 540യെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 1 ഇന്നർ ആംഗിൾ ഇസ് ഈക്വൽ ടു 540/5, ദാറ്റ് ഈസ് ഈക്വൽ ടു 108 ആണ്. അതിനോടൊപ്പം തന്നെ 8th സ്റ്റാൻഡേർഡിൽ നമ്മൾ ഇങ്ങനെ ഒരു പിക്ചർ പഠിച്ചിട്ടുണ്ടാവും. ഒരു റെഗുലർ പെൻറ്റഗണിലൂടെ ഒരു രണ്ട് ഡയഗണൽസ് വരയ്ക്കുന്ന സമയത്ത് ടോപ്പ് മോസ്റ്റ് ആംഗിൾ എന്ന് പറയുന്നത് 3 ഈക്വൽ പോർഷൻസ് ആയി കട്ട് ചെയ്ത് പോകണം. ദാറ്റ് മീൻസ് 36, 36, 36 എന്ന് പറയുന്ന 3 ആംഗിൾസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നു എന്നുള്ളത്. ശരിയല്ലേ? ഇനി ഈ ഡി എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചിട്ടുണ്ട്. ഈ പെർപെൻഡിക്കുലർ ലൈൻ 90 ഡിഗ്രി മേക്ക് ചെയ്യുന്നു എന്ന് നമുക്കറിയാം. ലാർജ് റെക്ടാങ്കിളിൻ്റെ ഒരു ഡയഗണൽ വരയ്ക്കുന്ന സമയത്ത് അവിടെ 70 to 18 ഡിഗ്രീസ് ആയിട്ട് കട്ട് ചെയ്ത് പോവാണ്. അതായത് എല്ലാ ആംഗിൾസും 90 ഡിഗ്രിയാണ്. ഒരു ആംഗിൾ 90 ഡിഗ്രി ആകുമ്പോൾ അതിനോടൊപ്പം തന്നെ ഡയഗണൽ വരയ്ക്കുന്ന സമയത്ത് ആംഗിൾസ് എന്ന് പറയുന്നത് 72ഉം 18ഉമാവും. അതായത് ഇവിടെ മേക്ക് ചെയ്ത ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസ് എന്ന് പറയുന്നത് 90, 72, 18 ആവുകയാണ്. ഇവിടെയും അതുപോലെ 90, 72, 18 ആവും. ഈ റെക്ടാങ്കിളിൻ്റെ രണ്ട് പോർഷൻസിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാം. 90 ഡിഗ്രി 90 ഡിഗ്രി ആവുന്നു, 72 72 ആവും, 18 18 ആവുന്നു. ഓക്കെ. അതേപോലെ തന്നെ ഈ പോർഷനും ഇവിടെ 90, 72, 18 ആവും. നമ്മൾ പറഞ്ഞു ഇവിടെ മേക്ക് ചെയ്ത 3 ആംഗിൾസ് എന്ന് പറയുന്നത് 36 ഡിഗ്രി ആയിരിക്കും. സോ 18 + 18 36 ആവും. ഓക്കെ. ഇതേപോലെ തന്നെ സ്മോൾ റെക്ടാങ്കിളിൻ്റെ ഒരു ഡയഗണൽ വരയ്ക്കുന്ന സമയത്ത് രണ്ട് ആംഗിൾസ് എന്ന് പറയുന്നത് 54ഉം 36ഉമാണ്. അതായത് ഇവിടെ കട്ട് ചെയ്ത് പോകുമ്പോൾ ഇവിടെ കിട്ടുന്നത് ഒരു ആംഗിൾ 54ഉം സെക്കൻഡ് ആംഗിൾ 36ഉം തേർഡ് ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഇവിടെയും അതുപോലെ 90 ആവുന്നു, 36, 54. ഈ റെക്ടാങ്കിളിൻ്റെ പീസിനെയും ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 90 ഡിഗ്രി, 54, 36. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ആംഗിൾ എന്ന് പറയുന്നത് 36 ആണെന്ന്. സോ 90, 54, 36 എന്ന് വരും. ഈ പീസിനെ നമുക്ക് ഇവിടെ ഫിക്സ് ചെയ്യാം. 90, 36, 54. ഓക്കെ. ഇനി തേർഡ് റെക്ടാങ്കിളിനെയും കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 90, 54, 36 ഡിഗ്രിയാണ്. ഓക്കെ. ഈ രണ്ട് പോർഷൻസിനെ റൈറ്റ് സൈഡിൽ നമുക്ക് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 90 ഡിഗ്രി, 54 ഡിഗ്രി, 36 ഡിഗ്രി. അതായത് റെഗുലർ പെൻറ്റഗണിലൂടെ രണ്ട് ഡയഗണൽസ് വരച്ചപ്പോൾ കിട്ടിയ 3 ആംഗിൾസ് എന്ന് പറയുന്നത് 36, 36, 36 ഡിഗ്രിയാണ്. നമ്മളിപ്പോൾ 3 റെക്ടാങ്കിൾസിൻ്റെയും ആംഗിൾസ് ഫൈൻഡ് ഔട്ട് ചെയ്തു. ആ പീസസിനെ എല്ലാം ജോയിൻ ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ റെഗുലർ പെൻറ്റഗൺ മേക്ക് ചെയ്തിരിക്കുന്നത്. ശരിയല്ലേ? ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്താ? ഈ റെക്ടാങ്കിൾസിൻ്റെ എല്ലാം ലെങ്ത്തും ബ്രെഡ്ത്തും ആണ്. ഇവിടെ നോക്കൂ, റെക്ടാങ്കിളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇതാണ്. അതായത്
ഡി എഫ് എന്ന് പറയുന്നതാണ് ലാർജ് റെക്ടാങ്കിളിന്റെ ലെങ്ത്. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 70 to 90 മേക്ക് ചെയ്ത സൈഡാണ്. അതായത് ലാർജ് റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്ത് ആണ് ഇത്. ഇനി നോക്കൂ, സ്മോൾ റെക്ടാങ്കിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും. ലെങ്ത് ഇതാണെങ്കിൽ ദാറ്റ് മീൻസ് 90യും 36 മേക്ക് ചെയ്ത സൈഡാണ് ലെങ്ത് എങ്കിൽ സ്മോൾ റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 54ഉം 90യും ആയിട്ടുള്ളതാണ്. ദാറ്റ് മീൻസ് 54ഉം 90യും ആയിട്ടുള്ളതാണ് ബ്രെഡ്ത്ത്. ലാർജ് റെക്ടാങ്കിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തിനെയും L1 D1 എന്ന് കൊടുക്കാം. സ്മോൾ റെക്ടാങ്കിൾസിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും L2 B2 ആണ് എന്ന് കൊടുക്കാം. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ലാർജ് റെക്ടാങ്കിളിന്റെയും സ്മോൾ റെക്ടാങ്കിൾസിന്റെയും ലെങ്ത്തും ബ്രെഡ്ത്തുമാണ്. ഓക്കെ, ക്ലിയർ ആയിട്ട്. ഇതിനു വേണ്ടിയിട്ട് ഈ റെഗുലർ പെന്റഗണിന്റെ 5 സൈഡ്സും 30 സെന്റിമീറ്ററിനോട് ഈക്വൽ ആണ് എന്ന് തന്നിട്ടുണ്ട്. ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുന്ന സമയത്ത് എ ബി എന്ന് പറയുന്ന ബേസിന് 2 ഈക്വൽ പോർഷൻസ് ആയി കട്ട് ചെയ്തു പോകും. ദാറ്റ് മീൻസ് എ എഫും ബി എഫും. അതായത് 30 സെന്റിമീറ്റർ സൈഡ് 15 എന്ന് പറയുന്ന 2 ഈക്വൽ പോർഷൻസ് ആയി കട്ട് ചെയ്തു പോകും. ഇപ്പൊ നമുക്ക് കിട്ടി എ എഫ് ഇസ് ഈക്വൽ ടു 50 എന്നും ബി എഫ് ഇസ് ഈക്വൽ ടു 15 എന്നും. എ എഫ് 15 ആണ് എന്നുള്ളതിന്റെ അർത്ഥം ലാർജ് റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്ത് 15 ആണ് എന്നുള്ളതാണ്. ശരിയല്ലേ? ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ലാർജ് റെക്ടാങ്കിളിന്റെ ലെങ്ത് ആണ്. ഓക്കെ, ഇവിടെ 72 ഡിഗ്രിയും ലെങ്ത്തും ബ്രെഡ്ത്തിനെയും കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പറയാം tan 72 എന്ന്. അതായത് tan 72 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, ദാറ്റ് ഈസ് DF by AF. നമുക്ക് എഴുതാം tan 72 ഈക്വൽ ടു opposite side DF by AF 15. അതിനർത്ഥം DF equal to 15 into tan 72. tan 72യുടെ വാല്യൂ 3.0777 ആണ്. അപ്ലൈ ചെയ്യാം. 15 into 3.0777. That is equal to DF equal to 46.17 സെന്റിമീറ്റർ. അതായത് ലാർജ് റെക്ടാങ്കിളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് DF ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 46.17 സെന്റിമീറ്റർ ആണ്. അതേപോലെ തന്നെ ലാർജ് റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്ത് AF ഈക്വൽ ടു 15 സെന്റിമീറ്റർ. ഓക്കെ, ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്താ? സ്മോൾ റെക്ടാങ്കിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും. ഓക്കെ, സ്മോൾ റെക്ടാങ്കിളിനെ നോക്കുന്ന സമയത്ത് കട്ട് ചെയ്ത പീസസ് ഇതാണ്. ഇവിടെ ആംഗിൾസ് എന്ന് പറയുന്നത് 30, 54, 90 ആണ്. നമുക്ക് അറിയാവുന്ന മെഷർമെന്റ് എന്ന് പറയുന്നത് DE 30 സെന്റിമീറ്റർ ആണ് എന്നുള്ളതാണ്. അതായത് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡാണ് 30 സെന്റിമീറ്റർ. അതിനർത്ഥം ഈ സ്മോൾ റെക്ടാങ്കിളിനെ കൺസിഡർ ചെയ്യുമ്പോൾ DEG എന്ന് നെയിം ചെയ്യുകയാണെങ്കിൽ DEG എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് DE 30 സെന്റിമീറ്റർ. 54 ഡിഗ്രിയെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 54ന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡാണ് DG, അതായത് സ്മോൾ റെക്ടാങ്കിളിന്റെ ലെങ്ത്. ഫൈൻഡ് ഔട്ട് ചെയ്യാം. സൈൻ 54 is equal to opposite side DG by hypotenuse 30 centimeter. So we can write sin 54 equal to opposite side DG by hypotenuse 30 centimeter. അതിനർത്ഥം DG equal to 30 into sin 54. ക്ലിയർ ആയില്ലേ? sin 54ന്റെ വാല്യൂ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. 0.8090, that is 30 into 0.8090, that is equal to 24.27 centimeter. അതായത് സ്മോൾ റെക്ടാങ്കിളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 24.27 സെന്റിമീറ്റർ ആണ്. ഓക്കെ, 24.27 സെന്റിമീറ്റർ ആണ് സ്മോൾ റെക്ടാങ്കിളിന്റെ ലെങ്ത്.
ഇനി ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് സ്മോൾ റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്ത് ആണ്. ഇവിടെ നോക്കൂ, റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് EG ആണ്. 54നെയും 30യെയും ഈ സൈഡിനെയും കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് cos 54 പറയാം. അതായത് cos 54 is equal to adjacent side by hypotenuse, that is EG by 30. Okay, that is cos 54 equal to adjacent side by hypotenuse. Adjacent side എന്ന് പറയുന്നത് EG ആണ്, by hypotenuse 30. Okay, that is equal to EG equal to 30 into cos 54. That is equal to 30 into cos 54 ന്റെ value 0.5878 ആണ്. So 30 into 0.7858, that is equal to 17.63 centimeter. അതായത് സ്മോൾ റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 17.63 സെന്റിമീറ്റർ ആണ്. സ്മോൾ റെക്ടാങ്കിളിന്റെ ലെങ്ത് 24.27 സെന്റിമീറ്ററും ബ്രെഡ്ത്ത് 17.63 സെന്റിമീറ്ററും ആണെന്ന് കിട്ടി. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇൻ ദ പിക്ചർ the vertical lines are equally spaced. Prove that their heights are in arithmetic sequence. What is the common difference? അതായത് ഇവിടെ തന്നിരിക്കുന്ന പിക്ചറിൽ കുറെ വെർട്ടിക്കൽ ലൈൻസ് ഉണ്ട്. ആ വെർട്ടിക്കൽ ലൈൻസ് എല്ലാം ഈക്വലി സ്പേസ്ഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് BC ലെങ്ത്തും CD ലെങ്ത്തും അതേപോലെ തന്നെ DE ഉണ്ടെങ്കിൽ ആ DE ലെങ്ത്തും എല്ലാം ഈക്വൽ ആണ് എന്നാണ് തന്നിരിക്കുന്നത്. Prove that their heights are in arithmetic sequence. അതായത് heights means BF ഉം CG യും DH ഉം എല്ലാം arithmetic സീക്വൻസിലാണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്കറിയാം അരിത്മെറ്റിക് സീക്വൻസ് ആണെങ്കിൽ അവിടെയുള്ള കോമൺ ഡിഫറൻസസ് എല്ലാം സെയിം ആയിരിക്കും അല്ലേ. ആദ്യത്തേല് 1 ആണ് കോമൺ ഡിഫറൻസ് എങ്കിൽ പിന്നെയുള്ള വരുന്നതും 1 തന്നെ ആയിരിക്കണം കോമൺ ഡിഫറൻസ്. അങ്ങനെ ആവുമ്പോഴാണ് നമ്മൾ ആ സീക്വൻസിനെ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് വിളിച്ചത്. ഇവിടെ നോക്കൂ, BF ഉം CG യും DH ഉം എല്ലാം അരിത്മെറ്റിക് സീക്വൻസിലായിരിക്കണം എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന കോമൺ ഡിഫറൻസ് സെയിം ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിനായിട്ട് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസിനെ x ആക്കി എടുക്കുന്നു. പറഞ്ഞിട്ടുണ്ട് BC യും CD യും ഈക്വൽ ഡിസ്റ്റൻസിലാണ് കിടക്കുന്നത്. അതേപോലെ തന്നെ DE ഉണ്ടെങ്കിൽ DEയും എല്ലാം ഈക്വൽ ഡിസ്റ്റൻസിലാണ് കിടക്കുന്നത്. ആ ഈക്വൽ ഡിസ്റ്റൻസിനെ D, കോമൺ ഡിഫറൻസിലെ D എന്ന് ഡിനോട്ട് ചെയ്യും. AB ലെങ്ത് x ആണെങ്കിൽ BC യും CD യും DEയും എല്ലാം D യും ആണെങ്കിൽ നമുക്ക് എഴുതാം AB x ആണ്. AC എന്ന് പറയുന്നത് AB plus BC ആണ്. AC AB plus BC ആണ്. That is x plus D ആണ്. Then AD എന്ന് പറയുന്നത് AB plus BC plus CD ആണ്. That is x plus D plus D ആണ്. x നൽകി D plus D, രണ്ട് തവണ D റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എഴുതാം 2D ആണ്. ക്ലിയർ ആയില്ലേ? AB ലെങ്ത് എന്ന് പറയുന്നത് x ആണെന്നും BC യും CD യും DEയും എല്ലാം ഈക്വൽ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു D എന്ന് എടുത്തു. AB x ആയതുകൊണ്ട് തന്നെ AC ലെങ്ത് എന്ന് പറയുന്നത് x പ്ലസ് D യും AD x പ്ലസ് 2D യും അതേപോലെ തന്നെ AE ഉണ്ടെങ്കിൽ അത് x പ്ലസ് 3D യും ആയിരിക്കും. ഇതേപോലെ നമുക്ക് സീക്വൻസ് എഴുതാം. ഇനി ചെയ്യേണ്ടത് ഈ BF ഉം CG യും DHന്റെ ഒക്കെ ഡിസ്റ്റൻസ് ആണ്, അതായത് ഹൈറ്റ് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. നമുക്കറിയുന്നത് AB ആണ്. ഈ ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യുമ്പോൾ FAB എന്ന് പറയുന്ന ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യുമ്പോൾ BF ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതും AB എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്നതാണ്. ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾ 40 ഡിഗ്രിയാണ്. സോ ഇത് മൂന്ന് കണക്ട് ചെയ്തുകൊണ്ട് പറയാം tan 40 equal to BF by AB, opposite side by adjacent side എന്ന്. So tan 40 equal to BF by AB.
എ ബി എത്രയായിരുന്നു? എക്സ് ആണ് അല്ലേ. സോ tan 40 ഈക്വൽ ടു ബി എഫ് ബൈ എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ബി എഫ് എന്തായിരിക്കും വരിക? ബി എഫ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ടാൻ 40. ശരിയല്ലേ? അപ്പോൾ ബി എഫ് എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു ടാൻ 40 ആണ്. ഇതേപോലെ തന്നെ നമുക്ക് 40യും സി ജിയും എ സിയും കണക്ട് ചെയ്തുകൊണ്ട് ഇതേപോലെ പറയാം. ജി എ സി എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ടാൻ 40 ഈക്വൽ ടു സി ജി ബൈ എ സി എന്ന്. എ സി എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഡി ആയിരുന്നു. സോ ടാൻ 40 ഈക്വൽ ടു സി ജി ബൈ എക്സ് പ്ലസ് ഡി. അങ്ങനെയാണെങ്കിൽ സി ജി ഈക്വൽ ടു എക്സ് പ്ലസ് ഡി ഇൻറ്റു ടാൻ 40 ആയിരിക്കില്ലേ. സോ സി ജി ഈക്വൽ ടു എക്സ് പ്ലസ് ഡി ഇൻറ്റു ടാൻ 40. ശരിയല്ലേ? ഇനി ഇതേപോലെ തന്നെ നമുക്ക് സി ജി കഴിഞ്ഞാൽ ഡി എച്ചും കാൽക്കുലേറ്റ് ചെയ്യാം. എച്ച് എ ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കാം. ടാൻ 40 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡി എച്ച് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ദാറ്റ് ഈസ് എ ഡി. എ ഡി എന്ന് പറയുന്നത് എക്സ് പ്ലസ് 2d ആണ്. സോ ടാൻ 40 ഈക്വൽ ടു ഡി എച്ച് ബൈ എക്സ് പ്ലസ് 2d. ദാറ്റ് ഈസ് ഡി എച്ച് ഈക്വൽ ടു എക്സ് പ്ലസ് 2d ഇൻറ്റു ടാൻ 40. ശരിയല്ലേ? ഇനി ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഈ ഹൈറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ദാറ്റ് ഈസ് സി ജി മൈനസ് ബി എഫ് ഈക്വൽ ടു എക്സ് പ്ലസ് ഡി ഇൻറ്റു ടാൻ 40 മൈനസ് എക്സ് ടാൻ 40. ദാറ്റ് ഈസ് സി ജി മൈനസ് ബി എഫ് ഈക്വൽ ടു എക്സ് പ്ലസ് ഡി ഇൻറ്റു ടാൻ 40 മൈനസ് എക്സ് ടാൻ 40. എന്തായിരിക്കും വരിക? എക്സ് ടാൻ 40യും എക്സ് ടാൻ 40യും ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഈസ് ഡി ടാൻ 40 എന്നല്ലേ വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ടാൻ 40. അതായത് സി ജി മൈനസ് ബി എഫ് ഈക്വൽ ടു ഹൈറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഡി ടാൻ 40 ആണെന്ന് കിട്ടിയത്. ഇത് ഫസ്റ്റും സെക്കൻഡും വരുന്ന ഹൈറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഡി ടാൻ 40. ഇതേപോലെ തന്നെ സെക്കൻഡും തേർഡും വരുന്ന ഹൈറ്റുകളുടെ ഡിസ്റ്റൻസ് കാണാം. ദാറ്റ് ഈസ് ഡി എച്ച് മൈനസ് സി ജി. ഡി എച്ച് മൈനസ് സി ജി ഈക്വൽ ടു ഡി എച്ച് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 2d ടാൻ 40 ആണ്. സോ എക്സ് പ്ലസ് 2d ടാൻ 40 മൈനസ് സി ജി എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഡി ടാൻ 40 ആണ്. സോ എക്സ് പ്ലസ് ഡി ടാൻ 40. ശരിയായില്ലേ? രണ്ടും കൂടി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുക? എക്സ് പ്ലസ് 2d ടാൻ 40യെ എക്സ് ടാൻ 40 പ്ലസ് 2d ടാൻ 40 എന്ന് എഴുതാം. എക്സ് പ്ലസ് ഡി ടാൻ 40യെ എക്സ് ടാൻ 40 പ്ലസ് ഡി ടാൻ 40 എന്ന് എഴുതാം. അവിടെ എക്സ് ടാൻ 40യും എക്സ് ടാൻ 40യും കൂടി ക്യാൻസൽ ചെയ്യുന്നു. 2d ടാൻ 40യിൽ നിന്ന് ഡി ടാൻ 40 കളയുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഡി ടാൻ 40 ആണ്. ശരിയല്ലേ? എക്സ് ടാൻ 40യും എക്സ് ടാൻ 40യും കൂടി മൈനസ് ആയി പോകുന്നു. ബാക്കിയുള്ള 2d ടാൻ 40യിൽ നിന്ന് ഡി ടാൻ 40 ദാറ്റ് മീൻസ് 1d ടാൻ 40 കളയുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 1d ടാൻ 40 ആയിരിക്കും. ദാറ്റ് ഈസ് ഡി ടാൻ 40 ആണ് കിട്ടുന്നത്. നമുക്ക് സെക്കൻഡും ഫസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടപ്പോൾ കിട്ടിയത് ഡി ടാൻ 40 ആണ്. തേർഡും സെക്കൻഡും തമ്മിൽ ഡിഫറൻസ് കണ്ടപ്പോഴും കിട്ടിയത് ഡി ടാൻ 40 ആണ്. അതായത് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഡി ടാൻ 40 ആണ് എന്നാണ് കിട്ടിയത്. ആ ഡി ടാൻ 40 എന്ന് പറയുന്ന കോമൺ ഡിഫറൻസ് സെയിം അല്ലേ? ആണ്. അതിനർത്ഥം ഈ ഹൈറ്റുകൾ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഇവർ അരിത്മെറ്റിക് സീക്വൻസിലാണ് എന്നുള്ളതാണ്. ഹൈറ്റുകൾ എടുക്കുന്ന സമയത്ത് എല്ലാവിടെയുള്ള കോമൺ ഡിഫറൻസ് സെയിം ആണ്. ദാറ്റ് ഇസ് ഡി ടാൻ 40 ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അരിത്മെറ്റിക് സീക്വൻസിലാണ് ഈ ഹൈറ്റുകളുള്ളത് എന്ന് നമുക്ക് മനസ്സിലായി.
ഇത് തന്നെയാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഹെൻസ് ദ പ്രൂഫ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 6. One side of a triangle is 6 centimeters and the angles at its ends are 40 degree and 65 degree. Calculate its area. അതായത് ഒരു ട്രയാങ്കിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഈ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആണ്. ഇതിൻ്റെ രണ്ടറ്റത്തുള്ള ആംഗിൾസ് എന്ന് പറയുന്നത് 40 ഡിഗ്രിയും 65 ഡിഗ്രിയുമാണ്. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയാണ്. നമുക്കറിയാം ഏതൊരു ട്രയാങ്കിളിൻ്റെ ഏരിയയും ഹാഫ് BH ആണ്. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അതായത് ബേസ് AC ആണ്, ഹൈറ്റ് BD ആണ്. ശരിയല്ലേ? ഇനി ഇവിടെ ACയോ BDയോ നമുക്കറിയില്ല, ഫൈൻഡ് ഔട്ട് ചെയ്യാം. ആദ്യം നമുക്കറിയുന്നത് ഈ രണ്ട് ആംഗിൾസ് 40യും 65ഉം ആണെന്നും ഈ സൈഡ് 6 സെൻറ്റിമീറ്റർ ആണ് എന്നുമാണ്. ഇവിടെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുന്ന സമയത്ത് ഇവിടെ ഒരു 90 ഡിഗ്രി ഫോം ചെയ്യുന്നുണ്ട്. രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ആയി ബ്രേക്ക് ചെയ്യപ്പെടുന്നു. അതായത് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഹൈപ്പോട്ടൻസ് ആണ് 6 സെൻറ്റിമീറ്റർ എന്നാണ് ഫസ്റ്റ് ട്രയാങ്കിൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ AD ലെങ്ത്, AC ലെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഫസ്റ്റ് നമുക്ക് AD ലെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. AD ലെങ്ത്തും AB 6 സെൻറ്റിമീറ്ററും കണക്ട് ചെയ്തുകൊണ്ട് വരുന്ന ആംഗിളാണ് 40. ദാറ്റ് ഈസ് cos 40 ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അതായത് അഡ്ജസൻറ്റ് സൈഡ് AD ബൈ ഹൈപ്പോട്ടനസ് 6 സെൻറ്റിമീറ്റർ. ഓക്കെ, that is AD equal to 6 into cos 40. That is equal to 6 into cos 40 യുടെ വാല്യൂ 0.7680 ആണ്. അപ്ലൈ ചെയ്യാം. 0.7680 രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈക്വൽ ടു 4.6 സെൻറ്റിമീറ്റർ. അതായത് AD ലെങ്ത് എന്ന് പറയുന്നത് 4.6 സെൻറ്റിമീറ്റർ ആണ് എന്ന് കിട്ടി. ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് BD ആണ്. ആ BD എന്ന് പറയുന്നത് ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. സോ BD ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതിനായിട്ട് രണ്ട് സൈഡ്സ് ആയ AD AB നമുക്കറിയാം. BD ഫൈൻഡ് ഔട്ട് ചെയ്യാൻ BDയും ADയും കണക്ട് ചെയ്തുകൊണ്ട് വരുന്ന 40 ഡിഗ്രി ഫംഗ്ഷനാണ് tan. That is tan 40 equal to opposite side BD by adjacent side AD. അതായത് BD equal to AD into tan 40. AD into AD പറയുന്നത് 4.6 ആണ്. That is 4.6 into tan 40യുടെ വാല്യൂ 0.8391 ആണ്. അപ്ലൈ ചെയ്യാം. 0.8391 എന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് BD ലെങ്ത്, ദാറ്റ് മീൻസ് ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3.86 സെൻറ്റിമീറ്റർ. അതായത് BD equal to 3.86 സെൻറ്റിമീറ്റർ. ദാറ്റ് ഈസ് ഹൈറ്റ് 3.86 ആണ് എന്ന് കിട്ടി. ഇനി ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഈ ട്രയാങ്കിളിന്റെ ബേസ് ആണ്. ബേസ് എന്ന് പറയുന്നത് 4.6 ആണ് എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി DC കൂടി ഫൈൻഡ് ഔട്ട് ചെയ്താൽ AD പ്ലസ് DC ആയി. അതായത് DC ഫൈൻഡ് ഔട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഈ ട്രയാങ്കിളിന്റെ ബേസ് കംപ്ലീറ്റ് ആവൂ. സോ ട്രയാങ്കിളിന്റെ ബേസ് DC കാൽക്കുലേറ്റ് ചെയ്യാം. അതിനായിട്ട് ഈ ട്രയാങ്കിൾ സം 180 എന്നുള്ള പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ 65 പ്ലസ് 40 ഡിഗ്രി, ദാറ്റ് ഈസ് 105 ഡിഗ്രി എന്ന് കിട്ടും. ട്രയാങ്കിൾ ആംഗിൾ സം 180 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ 180 മൈനസ് 105 ദാറ്റ് ഈസ് ഈക്വൽ ടു 75 ഡിഗ്രിയാണ്. അതായത് ആംഗിൾ C എന്ന് പറയുന്നത് 75 ഡിഗ്രിയാണ്. ശരിയല്ലേ? ഇവിടെ
75ന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ ആണ് ഈ 75ന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ് ആണ് 3.86. ഡി സി എന്ന് പറയുന്നത് 75ന്റെ അഡ്ജസന്റ് സൈഡ് ആണ്. സോ 75 ഡിഗ്രിയും 3.86ഉം ഡി സിയും കൂടി കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പറയാം tan 75. അതായത് tan 75 ഈക്വൽ ടു opposite side BD by adjacent side DC. അതായത് DC equal to BD by tan 75. ശരിയല്ലേ? DC യെ ഇവിടേക്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് tan 75 ഇവിടെ വരും. That is DC equal to BD by tan 75. That is equal to BD എന്ന് പറയുന്നത് 3.86 ആണ്. 3.86 എന്ന് കൊടുക്കാം. tan 75ന്റെ വാല്യൂ 3.7321 ആണ്. That is 3.7321 എന്ന് കൊടുത്തു. രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഈക്വൽ ടു 1.03 സെന്റിമീറ്റർ. ഓക്കെ, അതായത് ഡി സി എന്ന് പറയുന്നത് 1.03 എന്നാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്താ? ഈ ട്രയാങ്കിളിന്റെ ഏരിയ. അതായത് ഏരിയ ഈക്വൽ ടു ഹാഫ് ബി എച്ച്. ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് എ ഡി പ്ലസ് ഡി സി ആണ്. അതായത് എ ഡി 4.6, ഡി സി 1.03 ആണ്. സോ എ സി, that means base equal to 4.6 plus 6 plus 1.03. That is equal to 5.63 centimeter. Height equal to BD, that is 3.86 centimeter. Base 5.63 ആണെന്നും height 3.86 ആണെന്നും കിട്ടിയിട്ടുണ്ട്. So area equal to half BH, that is half into base 5.63 into height 3.86 ആണ്. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് that is equal to 10.87 സെന്റിമീറ്റർ സ്ക്വയർ. അതായത് ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് 10.87 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, താങ്ക് യു.